ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് പിശാച് ശിമോന്റെ പുത്രനായ താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്തു. അനന്തരം ഒരു കാലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയോ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നതെന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. പത്രോസ് ശിഷ്യൻ യേശുവിനോട് ചെല്ലുക, ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് അവൻ നിങ്ങൾക്കെതിരെ വരും, അവനെ അനുഗമിക്കും. അവിടെ ഗൃഹനാഥനോട് പറയുക, മനുഷ്യപുത്രൻ തന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. എന്നാൽ അപ്പം മുറിക്കൽ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. നമ്മൾ ഇനി പെസഹ അപ്പവും പെസഹ പാലും നമ്മുടെ വീട്ടിലുണ്ടാക്കിയത് എല്ലാവരും മുറിച്ച് ഭക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ അപ്പത്തിനെ 13 കഷ്ണമായിട്ടാണ് മുറിക്കുന്നത്. ഈ അപ്പം 13 കഷ്ണമായിട്ട് മുറിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈശോ ശിഷ്യന്മാർക്ക് 12 പേർക്കും ഈശോയിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് 13 കഷ്ണമായിട്ട് അന്ന് മുറിച്ച് ശിഷ്യന്മാർക്ക് ഓരോരുത്തർക്കായിട്ട് കൊടുത്തത്. അതിൻ്റെ അനുസ്മരണത്താലാണ് നമ്മൾ ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷ ഇവിടെ നടത്തുന്നത്. നമ്മളുടെ പെസഹ ആചരണവും അതിനോടൊപ്പം നമ്മൾ പാല് കാച്ചി കുടിക്കുന്നത് ഈശോയുടെ രക്തം കൊടുത്തതിൻ്റെ അനുസ്മരണത്തിനാണ് നമ്മൾ പാല് കാച്ചി കുടിക്കുന്നത്. ആ ചടങ്ങാണ് നമ്മളിപ്പോൾ ഇവിടെ ആവർത്തിക്കുന്നത്. അമ്മച്ചി ഇവിടെ പാലെല്ലാവർക്കും ഒഴിച്ച് ഓരോരുത്തർക്കായി ഓരോ കഷ്ണം അപ്പവും പാലും കൂടെ ആയിട്ട് കൊടുക്കണം. എടുത്ത് മൂപ്പ് സ്ഥാനം അനുസരിച്ചാണ് നമ്മളിവിടെ പാലും അപ്പവും കയ്യിൽ നിന്ന് വാങ്ങുന്നത്. ഇത് നമ്മുടെ ഉഴുന്നപ്പമാണ്. ഉഴുന്നപ്പവും പാലുമാണ് നമ്മൾ പെസഹ ആചരിക്കുമ്പോൾ ഉണ്ടാക്കുന്നത്. ആണ്ടിലൊരിക്കൽ മാത്രമേ നമ്മൾ ഈ ഉഴുന്നപ്പം ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ഈശോയുടെ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയായിട്ടാണ് നമ്മളിത് കഴിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ ഒന്ന്. അപ്പോൾ നമ്മുടെ പാല് കുടിക്കലും അപ്പം മുറിക്കലും എല്ലാം കഴിഞ്ഞു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ ഇനി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ടാറ്റാ ടാറ്റാ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.